ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു അരിയുണ്ട അല്ലെങ്കിൽ റൈസ് ബോളിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് നമ്മുടെ അരി എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ ആവുന്നിടം വരെ ഒന്ന് വറുത്തെടുക്കണം. വറുത്തതിന് ശേഷം അത് നന്നായിട്ട് ആറിയതിന് ശേഷം നമുക്ക് അത് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കുക. ഇത് കണ്ടോ, കുറേശ്ശെ ബ്രൗൺ കളറായി വരുന്നുണ്ട്. നന്നായിട്ട് ബ്രൗൺ കളർ ആവണം, എങ്കിലേ നമുക്ക് കഴിക്കുമ്പോൾ ആ ഒരു ക്രിസ്പിനെസ് ഫീൽ ചെയ്തുള്ളൂ. ഇത് ഏകദേശം ഞാൻ അരിയൊക്കെ വറുത്ത് വന്നിട്ടുണ്ട്. ഈ വറുത്ത് വന്ന അരി നമുക്ക് കുറച്ച് നേരം ഒന്ന് ചൂടാറാൻ വെക്കണം. ചൂടാറിയതിന് ശേഷം മാത്രമേ അത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി പൊടിക്കാൻ പാടുള്ളൂ. ഞാനിപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കാണ്. ജസ്റ്റ് ഒന്ന് തണുത്ത് കിട്ടണ്ടേ. തണുത്ത് കിട്ടിയതിന് ശേഷം മാത്രം നമുക്കിത് ഒന്ന് പൊടിച്ചെടുക്കണം. നമുക്ക് ചായയുടെയൊക്കെ കൂടെ കട്ടൻ ചായയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി വീട്ടിൽ തയ്യാറാക്കുന്ന ഒരു നാടൻ പലഹാരമാണ് കേട്ടോ. പണ്ടൊക്കെ ആൾക്കാർ എപ്പോഴും വീടുകളിൽ ഇങ്ങനെ ഉണ്ടാക്കി ഒരു ഭരണിയിലിട്ട് സൂക്ഷിച്ചു വെക്കും. അപ്പം നമുക്ക് ആവശ്യമുള്ളപ്പോൾ നമ്മളിങ്ങനെ കെമിക്കലില്ലാത്ത ഫുഡ് കഴിച്ചതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഇത്രയും വയസ്സ് വരെ ജീവിച്ചിരിക്കാൻ പറ്റിയത്. ഇപ്പോഴത്തെ കെമിക്കൽ അടങ്ങിയ ഫുഡൊക്കെ കഴിക്കുന്നതിലും നല്ലത് ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചായയുടെ കൂടെ കഴിക്കാം. വിശപ്പ് വരുമ്പോൾ ഒരെണ്ണം കഴിച്ച് വെള്ളം കുടിക്കാം. ഇപ്പം നമ്മുടെ അരി നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. അത് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റുവാണ്. മാറ്റിയതിന് ശേഷം അതിലേക്ക് ഏകദേശം ആ ഒരു മെഷർമെൻറ്റിൽ തന്നെ 1 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് ശർക്കരയാണ് ഞാനിവിടെ മധുരത്തിന് ആഡ് ചെയ്യുന്നത്. ശർക്കര ആഡ് ചെയ്തു. ഇതെല്ലാം കൂടി മിക്സിയുടെ ഒന്ന് അടിച്ചെടുക്കണം. അടിച്ചെടുത്ത ശേഷം നമുക്കൊരു 1/4 ടീസ്പൂൺ, ഒരുപാടില്ല, ഒരു 1/4 ടീസ്പൂൺ, നമുക്കിത് വെത്തിരിഞ്ഞ് ഉപയോഗിക്കേണ്ടത് കൊണ്ട് തന്നെ ഞാൻ കുറച്ച് നെയ്യേ ഉപയോഗിക്കുന്നുള്ളൂ. ഒരു 1/4 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു. എന്നിട്ട് നമുക്ക് ബോൾസ് ആക്കി എടുക്കാം. നമ്മൾ ബോൾസ് ആക്കി വെച്ച് ഒരു 1/4 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ഈ ബോൾസ് അങ്ങ് കട്ടിയാവും കേട്ടോ. വേണമെങ്കിൽ നമുക്ക് അരിപ്പൊടിയിൽ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്ത് എടുക്കാം വേണമെങ്കിൽ. ഞാനിപ്പോൾ അരിപ്പൊടി ഡിപ്പ് ചെയ്യുന്നില്ല. അപ്പോൾ ആ ഒരു കറക്റ്റ് അരിയുണ്ടയുടെ ആ ഒരു കളറ് ഫീൽ ചെയ്യാൻ പറ്റും. ഇത് ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ അങ്ങ് സെറ്റായി ഉറയ്ക്കും കേട്ടോ. ഏകദേശം ഒരു ലഡുവിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ട് നെയ്യൊക്കെ ചേർത്തത് കൊണ്ട്.